ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ എല്ലാവരും കൂടി ഒരു ട്രിപ്പ് അത് മുൻപേ പ്ലാൻ ചെയ്തതാണ്. പക്ഷെ എവിടെ പോകണമെന്ന് മാത്രം കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാറിൽ കയറിയിട്ടുള്ള ലാസ്റ്റ് മൊമെന്റ് ആണ് ഞങ്ങൾ ഡിസൈഡ് ചെയ്തത് മാമലക്കണ്ടം പോകാന്ന്. മാമലക്കണ്ടം കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമമാണ്. കൊച്ചിയിൽ ഏകദേശം 35 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം. ഈ കുട്ടികളിവിടെ ഫുട്ബോൾ കളിക്കുന്ന കണ്ടപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള തൃശ്ശൂർ പാലപ്പള്ളി പ്ലേ ഗ്രൗണ്ട് ആണ് ഓർമ്മ വന്നേട്ടോ. പ്രകൃതി ഭംഗിയാൽ അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലം. പോകുന്ന വഴിയിൽ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എവിടെയും നിർത്തിയില്ല കേട്ടോ. നമുക്ക് ഇരുട്ടാവുന്നതിന് മുൻപ് കാടിറങ്ങി നമ്മൾ സ്കൂളിൻ്റെ അവിടെ എത്താം എന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം. ഇതാണ് നമ്മൾ റീൽസിലൊക്കെ കണ്ട് ഫേമസ് ആയിട്ടുള്ള മാമലക്കണ്ടം സ്കൂള്. മലനിരകൾക്കിടയിൽ ഒരു സുന്ദരമായ ഇടം. അവിടെ നിന്ന് ജീപ്പ് സഫാരി ഉണ്ടായിരുന്നു കേട്ടോ. 2 സ്ഥലങ്ങളിലേക്കാണ് ഉണ്ടായിരുന്നത്. ഒന്ന് കൊയിനിപ്പാറ, അതുപോലെ തന്നെ മുനിപ്പാറ. ഞങ്ങൾ കൊയിനിപ്പാറയാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജീപ്പ് സഫാരിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. ഇതിനു മുൻപ് ഞാൻ ജീപ്പ് സഫാരി നടത്തിയിട്ടുള്ളത് മൂന്നാർ കൊളുക്ക് മലയിലേക്കാണ് കേട്ടോ. അതിൽ നിന്നും തികച്ചും വേറിട്ട ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. അതിനേക്കാളും കുറച്ചുകൂടി അഡ്വഞ്ചറസ് ആയി തോന്നി. പക്ഷെ നമ്മുടെ ജീപ്പ് ഓടിക്കുന്ന ചേട്ടന് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നമ്മളെ എൻ്റർടൈൻ ചെയ്തും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നും വളരെ സൂക്ഷിച്ചും അടിപൊളിയായിട്ടാണ് ആ ചേട്ടൻ ഡ്രൈവ് ചെയ്യുന്നുണ്ടായിരുന്നത്. നമ്മുടെ ഫ്രണ്ടിൽ പോകുന്നത് നമ്മുടെ തന്നെ ഫാമിലിയിലെ പിള്ളേരാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കൊയിനിപ്പാറ പോകുന്ന വഴിയിൽ ആദ്യം ഒരു വ്യൂ പോയിന്റിൽ അവർ നിർത്തി തരും. അതിമനോഹരമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണത്. അതിനുശേഷം പിന്നെ നമ്മൾ അവിടെ നിന്നും ട്രാവൽ ചെയ്തിട്ടാണ് ഏറ്റവും ടോപ്പ് വ്യൂ പോയിന്റിൽ എത്തുന്നത്. ആദ്യത്തെ വ്യൂ പോയിന്റിൽ ഇറങ്ങി നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ചെറിയൊരു മഴച്ചാറ്റിൽ കൂടി ഉണ്ടായിരുന്നു കേട്ടോ. വേറെ ലെവൽ വൈബായിരുന്നു കേട്ടോ. പക്ഷെ അധികം കോടയൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വെതറായിരുന്നു. അവിടെ നിന്ന് നമ്മൾ പിന്നെയും ട്രാവൽ ചെയ്ത് കൊയിനിപ്പാറയിലെത്തി. ഞങ്ങൾ ഇവിടെ നിന്ന് കണ്ടു. അന്നേരം നമ്മൾ വർത്താനം പറയേണ്ട ഇവൻ ഇങ്ങനെ നമ്മുടെ നോക്കിക്കൊണ്ടിരിക്കും. അന്ന് പിന്നെ അനങ്ങാണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ പിന്നെ തിന്നും, പിന്നെ പോകും. അന്ന് ഒരാനെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മമാരിങ്ങനെ ഇറങ്ങി വരും. വൈകുന്നേരം ഒക്കെ എന്നിട്ട് ഇവിടെ കുപ്പി സാധനമൊക്കെ എടുത്ത് നമ്മൾ ഉപയോഗിച്ചതിൻ്റെ സാധനമെല്ലാം ഇവിടെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ശരി, അതൊരു വിരോധം. നമ്മുടെ സ്മെല്ല് അവർക്ക് ഒരു അവിടെ ചെന്നപ്പോഴാണ് ചേട്ടൻ പറയുന്നത് ഇവിടെ ആന വരാറുള്ള സ്ഥിരം സ്ഥലമാണെന്ന്. അത് കേട്ടപ്പോൾ ശരിക്കും കിളി പോയി കേട്ടോ. പിന്നെ നമ്മുടെ പിള്ളേരുടെ റീൽസ് എടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി വെതറായിരുന്നു. നല്ല മഴക്കാരും ചെറിയൊരു ചാറ്റൽ മഴയും ചെറിയ വെയിലൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ വരുമ്പോൾ സേഫായിട്ട് വന്നു പോവുക. കാരണം വന്യമൃഗങ്ങളൊക്കെ സ്പോട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ അധികം ഉപദ്രവിച്ച ചരിത്രമൊന്നും ഇല്ല എന്നാണ് പറയുന്നത് കേട്ടോ. സൺസെറ്റും കണ്ട് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്താണ് ഞങ്ങൾ തിരിച്ചു പോയത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.